യു ആർ വിത്ത് ചിഞ്ചു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടാണ്. എന്തായാലും ഞാൻ എൻ്റെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എല്ലാം ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ പോകുക. സോ ഐ തോട്ട് വൈ നോട്ട് ടു മേക്ക് എ വീഡിയോ ഓൺ ദാറ്റ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് ധാരാളം റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ പറ്റി A to Z എല്ലാ കാര്യങ്ങളും. സോ ഐ ആം തിങ്കിങ് അപ്പോൺ ഇറ്റ്. ഓരോ പാർട്സ് ആയിട്ട് ഓരോ ക്ലാസ്സസ് ആയിട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വീഡിയോസ് ആക്കാമെന്നും പറഞ്ഞ് ആദ്യമേ ഞാനൊന്ന് സർഫസ് ലെവലിൽ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. വളരെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്നില്ല. ഓരോ കോൺസെപ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് പ്രോപ്പർ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂസിന് പോവാണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻസ് ഫീൽഡ് ഇൻ ജനറൽ കൊമേഴ്സ് ഫീൽഡിലെ എന്ത് റിലേറ്റഡ് ജോബിനായാലും ഇൻ്റർവ്യൂസിന് പോവുകയാണെങ്കിൽ അഡ്വാൻസ് ലെവൽ നോളജ് ചെക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ കോൺസെപ്റ്റ്സ് എത്രത്തോളം സ്ട്രോങ് ആണ്, നമ്മൾ എത്രത്തോളം ആ പെർട്ടിക്കുലർ ഫീൽഡിൽ പ്രൊഫഷണൽ ആണെന്ന് ചെക്ക് ചെയ്യും. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. സോ അതിന് മുന്നേ പോകുമ്പോൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ലൈക്ക് റിമെമ്പറിങ് എവറിഥിങ്. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കൊമേഴ്സ് ഫീൽഡ് റിലേറ്റഡ് എല്ലാവർക്കും, വെദർ ദാറ്റ്സ് ക്ലാസ് 11, 12 ആണെങ്കിലും MBA ആണെങ്കിലും CMA ആയാലും CA ആയാലും എല്ലാവർക്കും തന്നെ ഈക്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പം നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന് ശരിക്കുള്ള കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിക്കും? സംതിങ് റിലേറ്റഡ് ടു ബാങ്ക്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റിലേറ്റ് ചെയ്ത് എന്തോ ഒരു കാര്യമോ. ശരിക്കും നമ്മൾ ഇതെന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു ഓൺട്രപ്രണർ ആണ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർ ആണ്, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ബിസിനസ് ചെയ്യുവാണ്, നമ്മൾ എന്ത് ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്കിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഉണ്ട്. എസ്പെഷ്യലി ദ മോസ്റ്റ് കോമൺ വൺ ഈസ് 2 കോളം ക്യാഷ് ബുക്ക്. 2 കോളം ക്യാഷ് ബുക്കിൽ 2 കോളം ഉണ്ട്. ഒരെണ്ണം ക്യാഷിന്റെ കോളം തന്നെയാണ്, ഒരെണ്ണം ബാങ്കിന്റെ കോളമാണ്. ഓക്കെ, ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് ഉണ്ട്. ബോത്ത് സൈഡിൽ ഈ 2 കോളം ഉണ്ട്, ക്യാഷിന്റെയും ബാങ്കിന്റെയും സെപ്പറേറ്റ്ലി. ഈ ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളത്തിന്റെ കാര്യമേ അല്ല ഞാൻ പറയുന്ന എന്തിനെ പറ്റിയിട്ടാണ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ്. സോ ദാറ്റ് വുഡ് മീൻ ദാറ്റ് ഞാൻ പറയാൻ പോകുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിനെ റിലേറ്റഡ് മാത്രമായിരിക്കും. സോ ഒരു ക്യാഷ് ബുക്കിന്റെ ടേംസിൽ പറയുമ്പോൾ ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളം ഇഗ്നോർ ചെയ്യുക, കട്ട് ഡൗൺ ചെയ്ത് മാറ്റി വെക്കുക. എനിക്ക് ബ്ലാക്ക് ബോർഡ് ഇല്ല ടു ഷോ ദാറ്റ്. സോ ഐ ബി ജസ്റ്റ് ഡിസ്കസിങ് ഓൺ ദ സ്ക്രീൻ ഇറ്റ് സെൽഫ്. ഓൾറൈറ്റ്, അപ്പം ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ക്യാഷ് ബുക്കിലെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ബാലൻസ്. ഓക്കെ, ക്യാഷ് ബുക്കിലെ ബാങ്കിന്റെ കോളത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ എന്തായിട്ട് ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ എഴുതി വെക്കും, ഞാനൊരു ചെക്ക് ഇഷ്യൂ ചെയ്തു, വിഡ്രോ ചെയ്തു, ഡിപ്പോസിറ്റ് ചെയ്തു. എന്നാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരും, പൈസ പോകും. അന്ന് പൈസ 40,000 പ്ലസ് ചെയ്തു, 30,000 റെഡ്യൂസ് ചെയ്തു. അതെല്ലാം ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ ഫൈൻ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ഫുൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളൊക്കെ ഔട്ട്ഫ്ലോ ഉണ്ട്, ഇൻഫ്ലോ ഉണ്ട്, എല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 lakh സീറോ ബാലൻസ് ആയിരുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു. 2 lakhs ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ബാങ്ക് കോളത്തിലേക്ക് 2 lakh rupees വന്നു. എന്നിട്ട് ഒരു മന്ത് എൻഡ് ആയപ്പോഴത്തേക്ക് എനിക്കൊരു അത്യാവശ്യം വന്നു. ഞാനൊരു 1 lakh എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. ഓക്കെ, 1 lakh വിഡ്രോ ചെയ്തു. അപ്പോൾ 2 lakh ഉണ്ടായിരുന്നു, 1 lakh വിഡ്രോ ചെയ്തപ്പോൾ റിമൈനിങ് എത്ര ഉണ്ട്? ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എൻ്റെ അനുസരിച്ച് മീൻസ് എൻ്റെ ക്യാഷ് ബുക്ക് അനുസരിച്ച് ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം അനുസരിച്ച് എത്ര രൂപ ബാലൻസ് വരണ്ടായിരുന്നു? 1 lakh rupees ബാലൻസ് വരണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ചു. ഓക്കെ ഫൈൻ, ബാങ്ക് ബാലൻസ് എന്താണ്? 1 lakh ആണെന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് എനിക്ക് എന്ത് കൺഫേം ചെയ്യണം? ശരിക്കും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ? ഇത് എൻ്റെ അനുസരിച്ച് എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചുള്ള ബാലൻസ് ആണ് അല്ലേ? അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പാസ്ബുക്ക് എടുത്ത് നോക്കണം. ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ്, ബാങ്കുകാർ പ്രിപ്പയർ ചെയ്യുന്ന ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രത്തോളം ബാലൻസും കാര്യങ്ങളും ഉണ്ടെന്ന് അവർ ഇവാലുവേറ്റ് ചെയ്ത് അവർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? പാസ്ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി പാസ്ബുക്ക് എന്ന് തന്നെ പറയാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പാസ്ബുക്ക് എടുത്ത് നോക്കി. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പാസ്ബുക്ക് എടുത്ത് നോക്കി. പാസ്ബുക്ക് എടുത്ത് നോക്കിയപ്പം എൻ്റെ അക്കൗണ്ടിൽ 90,000 rupees ആണ് കാണിക്കുന്ന ബാലൻസ്. എത്രയാണ്? 90,000 rupees. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. അയ്യോ, എൻ്റെ അനുസരിച്ച് ഞാൻ 2 lakh ഡിപ്പോസിറ്റ് ചെയ്തു, 1 lakh വിഡ്രോ ചെയ്തു, എന്തുകൊണ്ട് 90,000 ബാലൻസ് കാണിക്കുന്നു? 1 lakh വരണ്ടല്ലേ? 10,000 രൂപയോടെ പോയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ചാടി കയറി. അപ്പം തന്നെ കൺഫ്യൂസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? ബാങ്ക് വിളിച്ച് ചോദിക്കുമോ? ഇല്ല. ആദ്യമേ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. ഞാൻ എൻ്റെ അനുസരിച്ചാണ് ഈ 1 lakh ബാലൻസ് വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് ഡിഫറൻസ് വരുന്നു? ഞാൻ എന്തൊക്കെ എൻട്രീസ്? സോ ദ ക്വസ്റ്റ്യൻ വുഡ് ബി വൈ ദിസ് ഡിഫറൻസ് ഈസ് ദർ? ഈ 10,000 രൂപയുടെ ഡിഫറൻസ് എന്തിനാണ്, എന്തുകൊണ്ടാണ്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ ശരിക്കുള്ള ആക്ച്വൽ ബാങ്ക് അക്കൗണ്ടും ഞാൻ പ്രിപ്പയർ ചെയ്ത ക്യാഷ് ബുക്ക് അനുസരിച്ചുള്ള ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഡിഫറൻസിന്റെ കാരണങ്ങൾ എന്ന് കണ്ടുപിടിക്കാനും ശരിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും പൊതുവെ ഇന്റർവ്യൂ ക്വസ്റ്റനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്,
അതിൽ ഡിഫറൻസസ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് ആ ഡിഫറൻസസ് കാണിക്കപ്പെടുന്നത്? അപ്പൊ ഈ ഒരു ഡിഫറൻസ് വന്നില്ലേ, 10,000 റുപ്പീസിന്റെ ഒരു ഡിഫറൻസ് വന്നു. ഈ ഡിഫറൻസ് ഒന്നെങ്കിൽ നമ്മുടെ തെറ്റുകാരനായിരിക്കും, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിന് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഉണ്ട് തെറ്റ് പറ്റാതെയും ഡിഫറൻസ് വരുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇൻ കേസ് നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മുടെ അക്കൗണ്ടന്റിനോട് പറഞ്ഞാൽ മതി, ഓക്കെ ഇന്ന മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ അതിനൊന്ന് കറക്റ്റ് ചെയ്യാൻ. ബാങ്കിന്റെ ഭാഗത്താണെങ്കിൽ ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ചെയ്തോളും. നോർമലി ബാങ്കിന്റെ ഭാഗത്ത് അങ്ങനെ മിസ്റ്റേക്സ് വരാറില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലെ ഓരോ എൻട്രീസിനെ എന്തായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. പാസ്ബുക്കിൽ പാസ് ചെയ്തേക്കുന്ന ഓരോ എൻട്രീസ്, പാസ്ബുക്കിൽ നമ്മളല്ല ബാങ്ക് പാസ് ചെയ്തേക്കുന്ന ഓരോ എൻട്രീസ് ആയിട്ടും എമൗണ്ട് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. എന്തുകൊണ്ട് എവിടാണ് ഈ ഡിഫറൻസ് വന്നേ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. വൺ മോർ തിങ്, നമ്മുടെ ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കും. ഓക്കെ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്, നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന്. അതേപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ബാങ്ക് ആണ്, നമ്മളല്ല. സോ അത് ഒബ്വിയസ്ലി ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും, ബാങ്ക്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBIയുടെ കേസ് ആണ് പറയുന്നതെങ്കിൽ SBIയുടെ വ്യൂ പോയിന്റിലാണ് പാസ്ബുക്കിൽ ഓരോ എൻട്രീസും പാസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് എല്ലാം അവർക്ക് ക്രെഡിറ്റ്സ് ആയിരിക്കും, അവർ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതെല്ലാം അവർക്ക് എന്തായിരിക്കും, ഡെബിറ്റ് ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം എന്താ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 lakh rupees കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ അതെന്താണ്, എനിക്ക് അസറ്റ് ആണ് അല്ലേ. ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു, അതെനിക്ക് അസറ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ എൻ്റെ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും ബാങ്ക് കോളത്തിൽ. അതേസമയം അവർക്ക് എന്താണ്, ബാങ്കിന് ലൈബിലിറ്റി. ഞാൻ 1 ലക്ഷം രൂപ SBIനെ ഒരു വ്യക്തിയായിട്ട് കണ്ടുനോക്കിയേ, ഞാൻ 1 ലക്ഷം രൂപ കൊണ്ട് SBIക്ക് കൊടുത്തെങ്കിൽ എൻ്റെ കേസിൽ അതെനിക്കൊരു അസറ്റ് ആണ്, ഒരു ഡിപ്പോസിറ്റ് പോലെ ഞാൻ കൊണ്ടുപോയി വെച്ചേക്കുവാണ്. സോ അസറ്റ് ആണ്. ഞാൻ 1 lakh rupees എൻ്റെ അക്കൗണ്ട്സിൽ ബുക്സിൽ ഡെബിറ്റ് ചെയ്യുമ്പം SBIക്ക് അത് ലയബിലിറ്റി ആണ് അല്ലേ. ആ 1 lakh rupees ഒരു കടം പോലാണ്. എനിക്ക് ആ 1 lakh rupees എനിക്ക് വേണ്ടപ്പോൾ വിഡ്രോ ചെയ്യാം. ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ അവർ എനിക്ക് തരേണ്ടി വരും. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് ദാറ്റ് അവർക്ക് അതെന്താണ്, അതൊരു ലയബിലിറ്റി ആണ്. ഓക്കെ, SBIക്ക് ആ 1 lakh rupees ഒരു ലയബിലിറ്റി ആണ്. സോ SBI അത് ക്രെഡിറ്റ് ചെയ്യും. ഞാൻ 1 lakh rupees ഇവിടെ ഡെബിറ്റ് ചെയ്തപ്പോൾ SBI അവിടെ ക്രെഡിറ്റ് ചെയ്യും. സോ എപ്പോഴും എന്താണ്, എൻട്രീസ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 1 lakh rupees ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഞാൻ ഡെബിറ്റ് സൈഡിൽ 1 lakh പാസ് ചെയ്തെങ്കിൽ പാസ്ബുക്കിൽ ഈ എൻട്രീനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് 1 lakh rupee ക്രെഡിറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കണ്ടേ. അതേപോലെ ഞാൻ ആ 1 lakh rupees നിന്ന് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു, ഞാൻ തിരിച്ചെടുത്തു. അപ്പോൾ അതെന്താണ് ഞാൻ ചെയ്തേക്കുന്നത്, ക്രെഡിറ്റ് ആണ് ചെയ്തേക്കുന്നത്. എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്ത് ക്രെഡിറ്റ് വരും. അതേ സമയത്ത് ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ 1 lakh rupees ഒരു ലൈബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആ 1 lakh rupees എടുത്തപ്പോൾ ബാങ്ക് അത് തിരിച്ചു തന്നു. ബാങ്കിന്റെ ആ ലൈബിലിറ്റി ഇല്ലാണ്ടായി. ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ അവർ എന്തായിരുന്നു ചെയ്ത്, 1 lakh ക്രെഡിറ്റ് ചെയ്ത സാധനം 1 lakh അവരുടെ ബുക്ക് ഇൻ ദ സെൻസ് പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം എല്ലാ കാര്യവും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഓരോ എൻട്രിയും ചെക്ക് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. അസറ്റ് എന്താണ്, എനിക്ക് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം മേ ബി എനിക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. എനിക്കൊരു ഫിക്സഡ് അസറ്റ് എൻ്റെ കയ്യിൽ വെക്കാൻ പറ്റും. പല ടൈപ്പ് ഓഫ് അസറ്റ് ഉണ്ട്. അസറ്റിന് എന്താണ് ബാലൻസ്, ശരിക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അസറ്റിന് എന്താണ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനം കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, കുറയുമ്പം ക്രെഡിറ്റ് ചെയ്യണം. ജസ്റ്റ് ഡെബിറ്റും ക്രെഡിറ്റും ഓപ്പോസിറ്റ് ആണ്, പ്ലസും മൈനസും പോലെ. ഓക്കെ, പ്ലസ് മൈനസും ഓപ്പോസിറ്റ് അല്ലേ, അതേപോലെ ഡെബിറ്റും ക്രെഡിറ്റും എന്താണ്, ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഉള്ള എന്ത് സാധനം, ക്യാഷ് എന്താണ്, അസറ്റ് ആണ്. ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. സോ ക്യാഷിന് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, വീണ്ടും ക്യാഷ് കയ്യിൽ വരുവാണെങ്കിൽ വീണ്ടും ഡെബിറ്റ് ചെയ്യുക. സോ ഡെബിറ്റ് പ്ലസ് ഡെബിറ്റ്, വീണ്ടും ഡെബിറ്റ് ചെയ്യുക, അപ്പൊ അത് കൂടും. ക്യാഷ് കയ്യിൽ നിന്ന് പോവാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അതേപോലെ ലൈബിലിറ്റി, നമ്മുടെ കടമ അല്ലെങ്കിൽ ചുമതല, പല രീതിയിൽ പറയാം. ലൈബിലിറ്റി എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം. അപ്പൊ ലൈബിലിറ്റി കൂടുവാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം, അപ്പൊ അത് കൂടും. ലൈബിലിറ്റി കുറയുവാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. അപ്പൊ അതെന്താവും, അത് കുറയും. ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു 10,000 rupeesന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള, ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു കണ്ടുപിടിക്കുന്നത് നമ്മൾ എഴുതി കണ്ടുപിടിക്കും. ഓരോ എൻട്രി ഇവാലുവേറ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓൾറൈറ്റ്, അപ്പൊ ഈ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എല്ലാ എൻട്രീസും എഴുതി വെക്കത്തില്ല. ഏതൊക്കെ എമൗണ്ടിലാണ് ഡിഫറൻസ് വരുന്നത്, നമ്മൾ ക്യാഷ് ബുക്കും പാസ്ബുക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ എൻട്രീസിലാണ് എമൗണ്ടിൽ ഡിഫറൻസ് വരുന്നു, അല്ലെങ്കിൽ എൻട്രീസ് ആസ് സച്ച് ഡിഫറൻസ് വരുന്നു, ആ ഒരു ഡിഫറൻസ് മാത്രം എഴുതി വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് ഈ ഡിഫറൻസ് വരും എന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് സിറ്റുവേഷൻ, ഓക്കെ, അമൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, എനിക്ക് എൻ്റെ ബിസിനസ് ആണ്, ഞാൻ പ്രൊപ്പറേറ്റർ ആണ്, ഞാനാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ, അമൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് കൊണ്ടുവന്ന് ഒരു 1,000 rupeesന്റെ ഒരു ചെക്ക് തന്നു. 1,000 rupeesന്റെ ചെക്ക് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു,
എൻ്റെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് എടുത്തെടുത്ത് പറയണ്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുന്ന ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്ന ബാങ്ക് ബാലൻസ് മാത്രമാണ്, എല്ലാ തവണ ഞാൻ എടുത്ത് പറയുന്നില്ല. ഓക്കെ, അമൻ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കൊരു 1000 rupees കൊണ്ടുവന്ന് തന്നു. ചെക്ക് റിസീവ് ആയി. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ക്യാഷ് ബുക്കിനകത്ത് പ്ലസ് ചെയ്തു 1000 rupees, ഡെബിറ്റ് ചെയ്തു 1000 rupees കിട്ടിയെന്നും പറഞ്ഞ് പ്ലസ് ചെയ്ത് എഴുതി വെച്ചു, ബാലൻസിൽ കൂട്ടി. ഓക്കെ, അതേ സമയത്ത് പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല, ആ അമൻ തന്നേക്കുന്ന 1000 rupees വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? ഇതെന്താണ്? ചെക്ക് റിസീവ് ബട്ട് നോട്ട് ക്ലിയർ. ചെക്ക് കിട്ടി, 1000 rupees ചെക്ക് റിസീവ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ക്യാഷ് ബുക്കിൽ അപ്പം തന്നെ എൻട്രി എഴുതി 1000 rupees കൂട്ടി എന്ന് പറഞ്ഞ് ബാലൻസ് കൂട്ടി കാണിച്ചു. പക്ഷെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല, പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല, അത് വന്നിട്ടില്ല. കാരണം എന്താ, ആ ചെക്ക് റിസീവ് ചെയ്തു, ഞാനാണ് ചെക്ക് റിസീവ് ചെയ്തത്, ഞാൻ ബാങ്കിൽ കൊടുത്തെങ്കിലും എന്ത് വന്നിട്ടില്ല, അത് ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ ബാങ്കിലേ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്തത് ക്ലിയർ ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്, ആ ചെക്ക് ക്ലിയർ ചെയ്തിട്ടില്ല. സോ എൻ്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസിൽ പാസ്ബുക്കിൽ എന്ത് വന്നിട്ടില്ല, ആ 1000 rupees വന്നിട്ടില്ല. അതുകൊണ്ട് 1000 രൂപയുടെ വ്യത്യാസം ഇപ്പം കാണിക്കുന്നു. അപ്പൊ ഞാൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും മറ്റേതിലോട്ട് ചെന്ന് ടാലി ആക്കുകയാണ് നമ്മുടെ പേർപ്പസ്. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്നാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ ഈ 1000 rupees ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും എന്താണ് ഞാൻ ചെയ്തേക്കുന്നത്, ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ട് 1000 rupees കൂടി നിൽക്കുക, പാസ്ബുക്കിൽ കുറഞ്ഞിരിക്കുക. ഞാൻ ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് ഓരോ എൻട്രീസ് പാസ് ചെയ്ത് പാസ്ബുക്കിന്റെ ബാലൻസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ, ഈക്വൽ ആക്കാൻ പോവുക, ടാലി ആക്കാൻ പോവുക. അപ്പൊ 1000 രൂപ ക്യാഷ് ബുക്കിൽ കൂടിയിരിക്കുക. ആ ചെക്ക് ക്ലിയർ ചെയ്യാത്തോണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് വന്നിട്ടില്ല, ആ ശരിക്കും 1000 rupees വന്നിട്ടില്ല. അപ്പൊ ഞാൻ 1000 rupees എന്ത് ചെയ്യണം, കുറയ്ക്കണം. ക്യാഷ് ബുക്കിൽ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സെക്കൻഡ് സിറ്റുവേഷൻ എന്താണ്? സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബിസിനസിന്റെ കാര്യമല്ല പറയുന്നത്. ഡോൺ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാനൊരു 2000 rupees കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ഇഷ്യൂ ചെയ്തു, 2000 rupees ചെക്ക് എഴുതി ഇഷ്യൂ ചെയ്തു, കൊടുത്തു. ഓക്കെ, ഡോണിന് കൊടുത്തു. അപ്പം ഞാൻ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യും, പോയി റെക്കോർഡ് ചെയ്യും 2000 rupees എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ഞാൻ 2000 rupees റെഡ്യൂസ് ചെയ്തു, മൈനസ് ചെയ്ത് വെച്ചു. പക്ഷേ ഈ ചെക്ക് ബാങ്കിൽ നിന്ന്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ 2000 rupees പോയിട്ടില്ല, ഈ ചെക്ക് ക്ലിയർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ക്ലിയർ ചെയ്യാൻ ഞാൻ അറിയത്തില്ല. ഒന്നുകിൽ ചെക്ക് ഡിസോണർ ആയി കാണും, അല്ലെങ്കിൽ ഡോൺ കൊണ്ടുപോയി ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടേ കാണത്തില്ല, പല റീസൺസ് കാണും. പക്ഷെ എന്തുകൊണ്ടോ ബാങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടില്ല, ഈ ചെക്ക് ക്ലിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ബാലൻസിൽ നിന്ന് 2000 കുറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് 2000 കുറഞ്ഞു. അപ്പൊ അവിടെ എന്ത് പറ്റി, അവിടെ വീണ്ടും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പാസ്ബുക്കിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, 2000 rupees എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കാരണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസിലേക്കാണ് പോകുന്നത്. ഓക്കെ, പ്ലസ് ചെയ്യണം. തേർഡ് സിറ്റുവേഷൻ എന്താ, ശില്പ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഞാൻ 2000 rupees കൊടുത്തു. 2000 rupees ക്യാഷ് ആയിട്ടല്ല കൊടുത്തത്, ചെക്ക് ഇഷ്യൂ ചെയ്തു. 2000 rupees ചെക്ക് ഇഷ്യൂ ചെയ്തു. പക്ഷെ ഞാൻ ക്യാഷ് ബുക്കിൽ എഴുതാനേ മറന്നുപോയി, 2000 rupees കൊടുത്തതായിട്ട് റെക്കോർഡ് ചെയ്യാനേ മറന്നുപോയി. പക്ഷേ ഈ പുള്ളിക്കാരെ എന്ത് ചെയ്തു, ശില്പ ഈ 2000 rupees ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു, ബാങ്കിൽ പ്രസന്റ് ചെയ്തു. ബാങ്ക് എന്ത് ചെയ്തു, ആ ചെക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ 2000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തു. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് എൻ്റെ 2000 രൂപ 2000 rupees പോയിട്ടുണ്ട്. കാരണം ആ ചെക്ക് പ്രസന്റും ചെയ്തു, അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. പക്ഷെ എൻ്റെ കേസിൽ എന്ത് പറ്റിയില്ല, ഞാൻ ക്യാഷ് ബുക്കിൽ എഴുതാനേ മറന്നുപോയി, 2000 rupees കണക്ക് എഴുതാൻ മറന്നുപോയി. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ, ഫോർത്ത് സിറ്റുവേഷൻ എന്താണ്, ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്. അതായത് എൻ്റെ ടെലിഫോൺ ബില്ല്, കറണ്ട് ബില്ല്, അതൊക്കെ ബാങ്കിനെ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെന്റ് ചെയ്യും. ടൈം ആകുമ്പോൾ തന്നെ 500 rupees ടെലിഫോൺ ചാർജ് എന്നും പറഞ്ഞ് എന്ത് ചെയ്യും, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്തു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയി. സോ പാസ്ബുക്കിൽ 500 rupees റെഡ്യൂസ് ചെയ്തു. ആ കാര്യത്തിനെ പറ്റി ഞാൻ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചില്ല, എന്തുകൊണ്ടോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം, ആ 500 rupees മൈനസ് ചെയ്യാം. ഫിഫ്ത്ത് സിറ്റുവേഷൻ ആണ്, ബാങ്ക് നമുക്ക് ഈ സർവീസ്, ടെലിഫോൺ ബിൽ അടയ്ക്കുക, അങ്ങനെ അല്ലാതെ ഒരുപാട് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു മൈന്യൂട്ട്, ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് എന്ത് ചെയ്യും, ബാങ്ക് ചാർജസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. ഫോർ എക്സാമ്പിൾ 30 rupees, ഒരു 30 rupees ബാങ്ക് ചാർജസ് ആയിട്ട് എന്ത് ചെയ്തു, ബാങ്ക് പിടിച്ചു. പാസ്ബുക്കിൽ നിന്ന് 30 rupees റെഡ്യൂസ് ആയി. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ക്യാഷ് നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഓർത്തില്ല, എന്തുകൊണ്ടോ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ 30 rupees ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്യണം. കാരണം എന്താ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് പാസ്ബുക്കിലേക്ക് പോവാണ്, ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൽ നിന്ന് എന്ത് ചെയ്യണം, 30 rupees റെഡ്യൂസ് ചെയ്യും. സോ സിക്സ്ത് സിറ്റുവേഷൻ എന്താണ്, ഡയറക്റ്റ് ഡിപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ. സുമ എന്ന് പറഞ്ഞ എൻ്റെ കസ്റ്റമർ ആണ്, എനിക്കൊരു 5000 rupees തരാനുണ്ട്. എനിക്ക് നേരിട്ട് കൊണ്ട് തരാതെ എൻ്റെ ബാങ്കിൽ കൊണ്ടുപോയി ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തു എൻ്റെ അക്കൗണ്ടിലേക്ക്, എൻ്റെ പേരിലേക്ക്. സോ ഓട്ടോമാറ്റിക് അത് എന്ത് പറ്റി, പാസ്ബുക്കിലെ ബാലൻസ് അത്രയും കൂടി, 5000 rupees പാസ്ബുക്കിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്ത് പറ്റിയിട്ടില്ല, പാസ്ബുക്ക് അനുസരിച്ചുള്ള എൻ്റെ ബാലൻസ് കൂടിയിട്ടുണ്ട്, 5000 rupees കൂടിയിട്ടുണ്ട്. പക്ഷേ ക്യാഷ് ബുക്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വിട്ടുപോയി, എന്തെങ്കിലും ആവട്ടെ റീസൺസ്. സോ ഞാൻ എന്ത് ചെയ്യണം,
ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം 5,000 rupees പ്ലസ് ചെയ്യണം. 8th സിറ്റുവേഷൻ എന്താണ്? ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ബാങ്ക് നമുക്ക് തന്ന ഇൻട്രസ്റ്റ്, ഓക്കെ, നമ്മുടെ പാസ്ബുക്ക് ബാലൻസിനോ നമ്മുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സിനോ മറ്റോ ആയിട്ട് ബാങ്ക് നമുക്ക് തന്ന ഇൻട്രസ്റ്റ് ഡയറക്ട്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. സോ പാസ്ബുക്കിലെ ബാലൻസ് കൂടിയിട്ടുണ്ട്, നമ്മുടെ ക്യാഷ് ബുക്ക് അത് അറിഞ്ഞിട്ടില്ല, നമ്മൾ അത് ചെയ്തിട്ടില്ല. സോ ആ എമൗണ്ട് ഫോർ എക്സാമ്പിൾ 50 rupees ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ പ്ലസ് ചെയ്യണം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, give it a big fat thumbs up and do share, subscribe and comment on this video so that I'll be able to know your feedback. So until next time, take care, bye bye.